ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഷൈൻ വണ്ടി ജനറൽ സർവീസും അതേപോലെ തന്നെ ഹെഡ് ഓവറോളിംഗ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് വർക്കിന് കയറ്റിയായിരുന്നു. അതേപോലെ തന്നെ ഹെഡ് ഡീകാർബണൈസിങ് കരി കുത്താനായിട്ട് നമുക്ക് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് അതിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഇടയ്ക്ക് കിക്കർ പിടിക്കാത്തൊരു കണ്ടീഷൻ. ഇപ്പോൾ സെൽഫ് അടിച്ചാലും കിക്കർ അടിച്ചാലും വണ്ടി സ്റ്റാർട്ടാവാതെ വരാം, കിക്കർ അടിച്ചാലും കിക്കർ കംപ്രഷൻ ഇല്ലാണ്ട് പോവാം. അതൊക്കെയായിരുന്നു എൻ്റെ മെയിനായിട്ട് കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ കയറ്റി ചെക്ക് ചെയ്തു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കരി ഉണ്ട് ഇതിനകത്ത്. അതുമായി ബന്ധപ്പെട്ട് വന്നേണ്ട കംപ്ലയിൻ്റ് ആണ് കേട്ടോ. വാൽവിനകത്തായാലും അത്യാവശ്യം കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു. തന്നെയല്ല നമുക്ക് ഈ എക്സോസ്റ്റ് വാൽവിൻ്റെ ഗൈഡും ചെറിയൊരു പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ലേറ്റി കൊടുത്ത് ക്ലിയർ ചെയ്യേണ്ടതായിട്ടാണ്. അത് നമുക്ക് അതിൻ്റെ വാൽവ് സീറ്റ് ചെയ്ത് നോക്കാം. നടപടി പറ്റിയ സീറ്റിങ് കിട്ടുള്ളെങ്കിൽ മാത്രം നമ്മൾ വാൽവ് മാറ്റേണ്ടി വരും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാൽവ് തന്നെ യൂസ് ചെയ്യാം. ഇൻലെറ്റ് വാൽവ് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എക്സോസ്റ്റ് വാൽവിൻ്റെയാണ് സീറ്റിങ് പോയേക്കണേ. പക്ഷേ വാൽവ് മാറ്റേണ്ടി വന്നാൽ നമുക്ക് രണ്ടും ഒരുമിച്ചാൽ കിട്ടുള്ളൂ. കിറ്റായിട്ടാണ് മാറ്റേണ്ടി വരും. ഇതിനകത്തൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം കാർബൺ ഉണ്ട്, കരിയുണ്ട്. ശരിക്കും ആ വാൽവ് വന്ന് അടയണ ഭാഗത്ത് വന്ന് കാർബൺ നിൽക്കുമ്പോഴാണ് ഈ പ്രോബ്ലം മെയിനായിട്ട് കാണിക്കുക. ഈ സിലിണ്ടർ പിസ്റ്റൻ്റെ ഭാഗത്ത് നോക്കുമ്പോഴായാലും നല്ല രീതിയിലുള്ള ഡെപ്പോസിറ്റ് ഉണ്ട് ഇതിനകത്ത്. ഇതൊരു പ്രാവശ്യം നമ്മൾ ബോർ ചെയ്ത് യൂസ് ചെയ്തതാണ്. കാരണം ഞാൻ അതിൻ്റെ ഒരു ബോറിങ് ഫസ്റ്റ് ബോറിങ്ങിൻ്റെ മാർക്കിങ്ങായി കിടക്കണേ. ഫസ്റ്റ് ബോർ എന്ന് പറയുമ്പോൾ 25, അതിൻ്റെ നമ്പറാണ് പിസ്റ്റൺ നമ്പർ. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തേക്കണതാണ് 2020 കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഇത് കിടക്കുന്നുണ്ട്. ഡേറ്റ് പഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. 2020 നമ്മൾ ചെയ്തേക്കണതാണ് സംഭവം. അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ കരിയുടെ പ്രശ്നമുള്ളൂ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പിസ്റ്റൺ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. വാൽവിൻ്റെ ഭാഗം ഒന്ന് സീറ്റിംഗ് ഒക്കെ റെഡി ആക്കിയതിന് ശേഷം നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. അപ്പോൾ ആ പ്രോബ്ലം സോൾവ് ആയിക്കോളും. ഇപ്പോൾ ബോറിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സിലിണ്ടർ ഇളക്കാൻ പറ്റില്ല. കാരണം സിലിണ്ടർ ഇളക്കിയിട്ട് റീസെറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അതേ പൊസിഷനിൽ റിങ്സ് ഇടാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുകയുടെ പ്രശ്നമൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സിലിണ്ടർ ഇളക്കിയിട്ടില്ല. സാധാരണ നമ്മൾ അഴിക്കുമ്പോൾ സിലിണ്ടർ അഴിച്ചിട്ട് സിലിണ്ടർ ഗ്യാസ്കറ്റ്, ഹെഡ് ഗ്യാസ്കറ്റ് തുടങ്ങി എല്ലാം മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യാറ്. ഇത് ഈ ബോറിങ് ആയതുകൊണ്ട് നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. സ്റ്റാൻഡേർഡാണെങ്കിൽ നമുക്കത് അഴിച്ച് പൊക്കിയെടുത്തിട്ട് നമുക്ക് അതിൻ്റെ പിസ്റ്റൻ്റെ റിങ്സും കൂടി മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാമായിരുന്നു. ഇതാവുമ്പോൾ വേറെ ഒന്നും ചെയ്യൽ നടക്കില്ല. പിന്നെ കൂട്ടത്തിൽ കൂടെ നമ്മൾ സർവീസ് കാര്യങ്ങളും കൂടി ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ലെയ്ത്ത് വർക്ക് 1 ആയിട്ടായതുകൊണ്ട് ഫസ്റ്റ് ഹെഡിൻ്റെ ഭാഗം അഴിച്ച് നമ്മൾ ലെയ്ത്തിലേക്ക് വിടാണ്. അതിന് ക്ലിയർ ചെയ്ത് വന്നിട്ടാണ് ബാക്കിത്തെ സെറ്റിങ്സ് വിത്ത് സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ ചെയ്യണേ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വന്നു കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. നിലവിൽ ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കാർബൺ ഉണ്ട്. ഓക്കെ.